أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്നാൽ ഈ ആഴ്ചയിൽ നമ്മുടെ അയൽപ്പക്ക ജില്ലയായ വയനാട്ടിലുണ്ടായ ദുരന്തവുമായിട്ടുള്ള ചില ചർച്ചകളാണ് ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. 1949 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഏകദേശം 30ഓളം പ്രളയങ്ങളുണ്ടായി എന്നാണ് കേരളത്തിൽ കണക്കുകൾ പറയുന്നത്. ഈ 30ഓളം പ്രളയങ്ങളിലായി ഏകദേശം 650ഓളം ആളുകളുടെ ജീവനെടുക്കുകയുണ്ടായി എന്നും കണക്കുകൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇപ്പോൾ ഈ വയനാട്ടിലുണ്ടായിട്ടുള്ള ഈ ദുരന്തം അല്ലെങ്കിൽ ഈ പ്രളയം, ഇതിൻ്റെ വ്യാപ്തി, അതിൻ്റെ കണക്കുകൾ കൃത്യമായി വന്നിട്ടില്ല. ഇത്രയും വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമാകും ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് എന്ന് കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. 300-ലധികം ജഡങ്ങളാണ് ഇപ്പം കണ്ടെത്തിയിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം ഇപ്പോഴും കാണാമറയത്തുണ്ട് എന്ന വസ്തുത നമ്മൾ അറിയണം. ഇത്തരം ദുരന്തങ്ങൾ, ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാകുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തക്ക് നമ്മൾ സ്വയം വിധേയമാകേണ്ടതുണ്ട്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായത്, ഇവിടെ ഈ സംഹാര രൗദ്രവം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നടത്തിയിരിക്കുന്നത് വെള്ളമാണ് എന്ന് നമ്മൾ അറിയണം. വെള്ളം എന്ന് പറയുന്നത്, ജലം എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും
നിലനിൽപ്പിന് അനിവാര്യമായ ഒരു ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത്. ഈ വെള്ളമാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കുളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, കഴുകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജലം, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിലൂടെ ഒരരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ വെള്ളത്തെ നമ്മൾ തലോടുന്നു. ആ വെള്ളമാണ്, വെറും പച്ച വെള്ളമാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ഇതിൽ പാഠമുണ്ട്. ഏതൊരു ദുരന്തമുണ്ടാകുമ്പോഴും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ഇതൊക്കെ ഏറ്റവും കൂടുതൽ പഠനത്തിന് വിധേയമാക്കുകയും ചിന്തകൾക്ക് വിധേയമാക്കി ഇതിലൊക്കെയുള്ള പാഠം അതെന്തുമാത്രമുണ്ട് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹു സൃഷ്ടിച്ചു തന്നതാണ് വെള്ളം, ജലം എന്ന് പറയുന്നത്. അതിനെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കുവാനുള്ള അധികാരവും അള്ളാഹു താലാക്ക് തന്നെയാണുള്ളത്. അപ്പോ ജനങ്ങളുടെ ജീവിതം രക്ഷിക്കാൻ അതിനുപാധിയായി വെള്ളമുണ്ടെങ്കിൽ ആ ജനജീവിതത്തെ പരീക്ഷിക്കാനുള്ള ഉപാധിയായി വെള്ളം രംഗത്ത് വരുന്നു എന്ന പാഠം നമ്മൾക്കുണ്ടാകണം. അള്ളാഹുവാണ് വെള്ളത്തെ സൃഷ്ടിച്ചത്. ആ വെള്ളം തന്നെ പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു തആല ഉപയോഗിക്കുന്നു എന്ന ഏറ്റവും നഗ്നമായ ഒരു സത്യത്തിലേക്കാണ് വിശ്വാസികളായ നാം പോകേണ്ടത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു തആല മനുഷ്യർക്ക് നൽകി തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് നമ്മൾക്ക് കാണാം, അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ നാം നിങ്ങൾക്ക് വേണ്ടി ഒരു വിരിപ്പാക്കി, ഒരു തൊട്ടിലാക്കി നാം നിങ്ങൾക്ക് നൽകി തന്നില്ലേ? വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ മലകളെ ആണികളാക്കി നാം വത്തുകളാക്കി നാം നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? വഖലഖനാകും അസ്വാജ, നിങ്ങളെ ഇണകളായിട്ടാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാ നൗമക്കും സുബാത, ഉറക്കം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഏറ്റവും ഉദാത്തമായ ആ അനുഗ്രഹം നിങ്ങൾക്കൊരു വിശ്രമം എന്ന നിലയിലാണ് നിങ്ങൾക്ക് നൗമിനെ, നിങ്ങൾക്ക് ഉറക്കത്തെ നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. എന്തുമാത്രം നിഅമത്തുകളാണ്, എന്തുമാത്രം അനുഗ്രഹങ്ങളാണ്. അവസാനിപ്പിക്കുന്നില്ല, വീണ്ടും അള്ളാഹു അവിടെ വിശദീകരിച്ചു തരുന്നത് വജഅൽന ലൈല ലിബാസ, രാത്രിയെ നിങ്ങൾക്ക് ഒരു ലിബാസായി, ഒരു വസ്ത്രമായി നാം നിങ്ങൾക്ക് ആക്കി തന്നിട്ടില്ലേ? വജഅൽന നഹാറ മആശ, പകലിനെ നിങ്ങൾക്ക് ജീവിത സന്ധാരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പകൽ എന്ന് പറയുന്ന ഒരു സംവിധാനം, നഹാർ എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി നൽകിയതാണ്, നമുക്ക് വേണ്ടി നൽകിയതാ. വീണ്ടും പറയുന്നു വബനൈന ഫൗകകും സബ്അൻ ശിദാദാ, നിങ്ങൾക്ക് മീതെ നാം ശക്തമായ 7 ആകാശങ്ങളെ നാം നിലനിർത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, വജഅൽനാ സിറാജൻ വഹാജാ, അവിടെ കത്തിത്തിളങ്ങുന്ന ഒരു വിളക്ക് അഥവാ സൂര്യനെ നാം ഉണ്ടാക്കി തന്നിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഈ പറയപ്പെട്ട ഇത്തരം ഈ ആയത്തുകൾ, ഇത്രയും ആയത്തുകൾ മാത്രം മതി യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസത്തെ ഏത് ദിശയിലേക്ക് തിരിച്ചുവിടണം എന്ന് ചിന്തിക്കാൻ ഈ ആയത്തുകൾ തന്നെ ധാരാളമാണ്. വീണ്ടും അല്ലാഹു പറയാ, ഈ നമ്മൾ ഈ പറയുന്ന ജലം, നമ്മൾ ഈ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളം, അല്ലാഹു പറയുന്നു വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ, വഅൻസൽനാ നാം ഇറക്കി തന്നില്ലേ, മിനൽ മുഅ്സിറാതി കാർമേഘങ്ങളിൽ നിന്ന്, മാഅൻ സജ്ജാജാ കുത്തിയൊലിക്കുന്ന തരത്തിലുള്ള വെള്ളത്തെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നു. എന്തിനു വേണ്ടിയാണ്? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ
വനബാതാ. അത് മുഖേനയാണ് നിങ്ങൾക്ക് ധാന്യങ്ങൾ മുളപ്പുറത്ത് കൊണ്ടുവരുന്നത്, സസ്യങ്ങളെ മുളപ്പിക്കാൻ. മാത്രമല്ല വജന്നാത്തിൻ അൽഫാഫാ, ഇടതൂർന്ന് നിൽക്കുന്ന തരത്തിലുള്ള തോട്ടങ്ങളെ സംവിധാനിക്കുന്നത് അല്ലാഹു തആലയുടെ ഈ അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പൊ ഈ വെള്ളം എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമായ ഈ ജലം, അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. ഇല്ലേ, കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതാ, നാം കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച്, നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നമ്മുടെ ആരുടെയെങ്കിലും കഴിവ് കൊണ്ടാണോ ഇത് ഇറങ്ങിയിട്ടുള്ളത്? അപ്പൊ അല്ലാഹുവിന്റെ അപാരമായ നിഅമത്തുകളെ സംബന്ധിച്ച്, അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല നമ്മൾക്ക് പറഞ്ഞു തരികയാ. എന്നിട്ട് ഖുർആൻ പറയാ, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളെ, നിഅമത്തുകളെ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ ഫലാ തഹ്സുഹാ, അതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്നു. എന്തുമാത്രം നിഅമത്തുകളാണ്, എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഈ കൺമുമ്പിലൂടെ നമ്മൾ ഈ കാണുന്ന, നമ്മൾ കേൾക്കുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മൾ അറിയണം. ഇത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമായിട്ട് മാത്രമേ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ. അൽ ഖൈറു വശർറു മിനല്ലാഹ്, ഖൈറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, ഷെറിനെ കുറിച്ച് നമ്മൾക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല, അല്ലേ? അത് പറ്റിയല്ല. ഖൈറും ഷെറും അല്ലാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസം വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതാണ്. ഖുർആൻ അങ്ങനെ തന്നെയാ പറഞ്ഞു തന്നിട്ടുള്ള, വനബ്ലുവക്കും ബിൽ ഖൈരി വശർരി ഫിത്ന. ഖൈറും ഷെറും ഇത് രണ്ടും ഒരു പരീക്ഷണമായിട്ട് അല്ലാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വഇലൈനാ തുർജഊൻ, എല്ലാവരും, നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ആ റബ്ബിങ്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോ, ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകുമ്പോ അറിയണം നമ്മൾ. കഴിഞ്ഞ ആഴ്ച കർണാടകയിൽ, ഇന്ന് നമ്മുടെ തൊട്ടടുത്ത ജില്ലയിൽ, മാത്രമല്ല നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടിന്റെ ഉമ്മറത്തുകൂടി ഈ പരീക്ഷണം നമ്മൾ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്തരം സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നതും, അല്ലാഹുവിനോട് ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നതും, ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഈ ഭൂമിയുടെ അവസ്ഥ നമ്മൾ അറിയണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നബയിലെ ആയത്ത് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞില്ലേ, വൽ ജിബാൽ ഔതാദ, ഇവിടെ പർവ്വതങ്ങളുണ്ട്, ഇവിടെ മലകളുണ്ട്. ഈ മലകളൊക്കെയും ആണികളായിട്ടാണ് സൃഷ്ടിച്ചതാ. ഇവിടെ നമ്മളുടെ സാമ്പത്തിക അവസ്ഥ നമ്മൾക്ക് കൂടി വരുമ്പോ ഏറ്റവും കുറഞ്ഞ കാശ് കൊടുത്ത് ഭൂമി ഏത് കുന്നാണ്, ഏത് മലയാണ് നമ്മൾക്ക് കിട്ടുക എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യഗ്രതയാണ് മനുഷ്യർക്കുള്ളത്. എന്നിട്ട് പോയി അവിടെ കുന്നും മലയും വാങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രകൃതിയെ വികൃതമാക്കുന്നു. പ്രകൃതിയിൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ഘടനയുണ്ട്. നമ്മുടെ ഈ രാജ്യത്ത് നിരപ്പായ സ്ഥലങ്ങൾ വേണം, കുന്നും മലയും വേണം. ഇതൊക്കെ ആവശ്യമാണ്. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണ്. ഖുർആൻ പറഞ്ഞത് കുന്നും മലയും നിങ്ങൾ ഇടിച്ച് പൊളിച്ച് നിരത്താനുള്ളതല്ല, ഇത് ആണികളായി അല്ലാഹു സൃഷ്ടിച്ചതാ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആണി അടിച്ചുണ്ടാക്കിയ എന്തെങ്കിലും ഒരു ഉപകരണം, അതിന്റെ ആണി ഇളകിപ്പോയാൽ എന്താ സംഭവിക്കുക? അതങ്ങ് വീണുപോകും. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്.
ഇവിടെ പലരും സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വീമ്പളിക്കുന്നത് നമ്മൾക്ക് കാണാം. വിശ്വാസികളെ ആകമാനം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. എന്തുമാത്രം ക്രൂരതയാണ് ദൈവം കാണിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതെന്തുമാത്രം ക്രൂരതയാണ് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ കാണുന്നത്. ഇത് ക്രൂരതയല്ല. ഇവിടെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വ്യവസ്ഥിതികൾക്ക് വിരുദ്ധമായി താന്തോന്നിത്തം കാണിച്ചതിന്റെ ഫലമായി ഈ പാവപ്പെട്ട ആളുകൾ ഇത് അനുഭവിച്ചു എന്നതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇത് ചെയ്തു കൂട്ടിയ ആളുകൾക്ക് കാണണ്ടേ? ഇത് അവർക്ക് കാണാവുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണം നമ്മുടെ ലോകത്ത് തന്നെ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നിരവധി സംഭവിച്ചുകൊണ്ടിരിക്കുമെന്നതാ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഇടപെടലുകളാണ്, പ്രകൃതിയോടുള്ള വിരുദ്ധമായ നിലപാടുകളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിയണം. സൂചിപ്പിച്ചു വരുന്നത്, അല്ലാഹു തആല ഈ ലോകം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ലോകത്ത് എന്തെല്ലാം ആവശ്യമാണോ അതൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വ്യവസ്ഥ ആര് വെച്ചിട്ടുണ്ട്? അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയെ തെറ്റിച്ചാൽ, ആ വ്യവസ്ഥക്ക് വിരുദ്ധമായി ഇടപെടലുകൾ നടത്തിയാൽ അവിടെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈ പരീക്ഷണങ്ങളെ നോക്കിക്കാണണം നമ്മൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നമുക്ക് കാണാവുന്ന തരത്തിലുള്ള ഒരു തൂണും നമ്മൾ കാണുന്നില്ലല്ലേ? ഇവിടെ ആകാശങ്ങളുണ്ട്, വല്ല തൂണുമുണ്ടോ ഈ ആകാശങ്ങൾക്ക്? ഈ ആകാശങ്ങളെ തൂണിനാൽ ഉള്ളതാണ് എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ കാണുന്നില്ലല്ലോ. എന്നിട്ട് അല്ലാഹു എന്താ ചെയ്തത്? തൂണുകൾക്ക് പകരം മലകളെ, ഈ ആകാശത്തെ ഇതിനെയൊക്കെ താങ്ങി നിർത്താൻ, ഭൂമിയുടെ സന്തുലിതാവസ്ഥ തെറ്റാതിരിക്കാൻ, ഇതൊക്കെ വളരെ കൃത്യമായി അത് നിലനിൽക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലകളെ സ്ഥാപിച്ചു. മലകളെ, കുന്നുകളെ അല്ലാഹു തആല നിലനിർത്തി. എന്നിട്ട് അല്ലാഹു പറയുന്നു, വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ, എന്നിട്ട് ഇളക്കം തട്ടാത്ത, യാതൊരു തരത്തിലുള്ള ഇളകലുമില്ലാത്ത ഈ ഭൂമിയിൽ അല്ലാഹു തആല എല്ലാവിധ ജന്തുജാലങ്ങളെയും ജീവജാലങ്ങളെയും അല്ലാഹു തആല സൃഷ്ടിച്ചു, അല്ലെങ്കിൽ വ്യാപിപ്പിച്ചു. വഅൻസൽനാ മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് അല്ലാഹു തആല വെള്ളം ഇറക്കി തന്നു. ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, ഏറ്റവും മാന്യമായ ഇണകളെ അല്ലാഹു തആല ഇത് മുഖേന അല്ലാഹു തആല ഇവിടെ സൃഷ്ടിച്ചു തരിക. ഇതൊക്കെ അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകളാ. ഈ നിഅമത്തുകൾക്ക് വിരുദ്ധമായി നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദി കേട് കാണിക്കുന്ന ഒരു വിധം പ്രവർത്തനങ്ങളാണ് പലപ്പോഴും മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ, കൃത്യമായ നിലപാടുകൾ ഇത്തരം വിഷയത്തിൽ ഏതൊരു സത്യവിശ്വാസിക്കും ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ വിനയാന്വിതരാകുകയാണ് വേണ്ടത്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക വേണ്ടത്. ധാരാളമായി അള്ളാഹുവിന് വേണ്ടി തക്ബീറുകളും തഹ്മീദുകളും ദിക്റുകളൊക്കെ ചൊല്ലി അള്ളാഹുവിലേക്ക് ധാരാളമായി നമ്മൾ എന്തു ചെയ്യണം? വിനയാന്വിതരായി പോകണം. അതോടൊപ്പം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതി, അല്ലാഹുവേ നിന്റെ നിഅമത്ത്, നിന്റെ അനുഗ്രഹം പടച്ചവനെ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു റബ്ബേ. വതഹബ്ബുലി ആഫിയത്ത്, അല്ലാഹുവേ ആഫിയത്ത് അതിപ്രധാനമാണ്. ആ ആഫിയത്ത് വലിയൊരു മാറ്റമില്ലാതെ പരമാവധി ആഫിയത്ത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം റബ്ബേ എനിക്ക് നൽകണേ റബ്ബേ. വഫുജിഅത്തി നിഅമതിക, പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം പരീക്ഷണങ്ങൾ. എപ്പോഴാ ഈ പരീക്ഷണം വരിക? നമ്മൾ അറിഞ്ഞില്ലേ? കിടന്നുറങ്ങി ഇല്ലേ? സുന്ദരമായി നമ്മളൊക്കെ രാത്രിയിൽ നമ്മുടെ ശയ്യയിലേക്ക് പോകുമ്പോ നാളെ രാവിലെ എഴുന്നേൽക്കൂല എന്ന് വിചാരിച്ചിട്ടാണോ? അല്ലല്ലോ.
നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി നേരം വെളുത്താൽ എന്തെല്ലാമോ ചെയ്തു തീർക്കാനുണ്ട്. അത്തരം പ്രതീക്ഷകളോടുകൂടിയല്ലേ നമ്മൾ നമ്മുടെ ശയ്യയിലേക്ക് പോകുന്നത്. പിന്നെയുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പെട്ടെന്നുണ്ടാകുന്ന അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണത്തിന് കീഴടങ്ങി നൂറുകണക്കിന് ആളുകൾ മരണത്തിന് കീഴടങ്ങുന്ന പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. എന്ത് റബ്ബേ, പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. സകലമാന കോപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് ഇതാ രക്ഷ ചോദിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം മഹാത്ഭുതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറായിട്ട് മാത്രമേ ഉണ്ടാവൂ. കാരണം എന്താ നിങ്ങൾ അവൻ എന്തെങ്കിലും സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോ അവൻ ശുക്ർ ചെയ്യും അള്ളാഹ്ക്ക്. അല്ല, ഇതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അവൻ സ്വബറ, ക്ഷമിക്കും. അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് അതൊരു വിശ്വാസത്തിന്റെ അടയാളമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, എന്തെങ്കിലും മുസീബത്ത് വരുമ്പോ, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഖാലു, സത്യവിശ്വാസികൾ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ മരിക്കണേരത്ത് മാത്രം മരണവാർത്ത കേട്ടാൽ മാത്രം ചെല്ലുന്നതായത്. അങ്ങനെയല്ല, മരണം കേൾക്കുമ്പോൾ മാത്രം ചൊല്ലാനുള്ളതല്ല ഇത്. മറിച്ച് മുസീബത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അപകടങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ പറയണം, അത് സത്യവിശ്വാസികളുടെ അടയാളമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെയാകണം നമ്മൾ. അതേപോലെ തന്നെ ഖുർആൻ പറയുന്ന ഒരു വാചകം കൂടിയുണ്ട്. ഇത്തരം ആളുകൾക്ക് എന്തു പറയണം? സന്തോഷ വാർത്ത അറിയിക്കണം ക്ഷമ കൊണ്ട്. ക്ഷമ, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കാനുള്ള കഴിവുണ്ടാകണം നമ്മൾക്ക്. ക്ഷമയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് നമ്മൾ അറിയണം. അപ്പോ ആകെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രതിഭാസങ്ങൾ, പരീക്ഷണങ്ങൾ, ഇത് അള്ളാഹുവിന്റെ ഒരു വ്യവസ്ഥിതിയാ. അതല്ലാതെ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ പടച്ച റബ്ബിന്റെ ഒരു ക്രൂരമായ നിലപാടല്ല. എന്നിട്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ അവിടെ നിന്ന് എല്ലാം സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അവിടെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഞെളിഞ്ഞു നിൽക്കുന്ന ചില സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അവര് പറയുന്നത് നമ്മൾ അറിയണം. അവര് പറയാ എന്ത് പ്രവർത്തനമാണ് അവര് ബനിയൻ തുന്നി അവരിങ്ങനെ അതിലൂടെ നടക്കുക, അവരിതൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന, കൊച്ചാക്കുന്ന, പരിഹസിക്കുന്ന ചില നായകന്മാർ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നു എന്നുകൂടി നമ്മൾ അറിയണം. ഇതൊക്കെ നമ്മെ ബോധ്യപ്പെടും. വിശ്വാസികൾക്ക് ഇത്തരം സംഭവങ്ങൾ അല്ലാഹു തആല ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾക്ക് നമ്മുടെ വിശ്വാസത്തെ അളക്കാൻ, നമ്മുടെ വിശ്വാസത്തെ അതിൻ്റെ അളവുകോൽ കൊണ്ട് നമ്മൾ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ഈ സമയം ഉപയോഗപ്പെടുത്തണം. ഇന്ന് വയനാട്ടിലാണെങ്കിൽ നാളെ നമ്മുടെ കൺമുമ്പിലാണ് എന്ന ഒരു ചിന്ത നമ്മൾക്കുണ്ടാകണം. അല്ലാഹു തആല ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും ധാരാളമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇതൊക്കെ പ്രചോദനമാവുകയും ചെയ്യണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വല്ലാത്ത ഒരു സംഭവമാണ് നമ്മുടെ വയനാട്ടിലെ ചൂരൽമലയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടായത് എന്നത് നമ്മുടെ ചിത്രങ്ങളിലൂടെ, നമ്മൾ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നു. പലരും
അവിടെ പോയി സന്ദർശിച്ച ആളുകൾ അവിടെ ഹൃദയം പൊട്ടുന്ന തരത്തിലുള്ള സംസാരങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. വല്ലാത്തൊരു സംഗതിയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് എന്ത് തോന്നുന്നു? നാളെ നമ്മുടെയും സ്ഥിതി ഇത് തന്നെയാണ് എന്ന് നമ്മൾ അറിയണം. ഇപ്പോഴും ചില സങ്കടകരമായ കാര്യം നിങ്ങളുമായി പങ്കുവെക്കുക. ഇങ്ങനെ കോരിച്ചൊരിയുന്ന ഈ മഴ പോലും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കുടുംബത്തോടൊന്നിച്ച് ഇത്തരം കേന്ദ്രങ്ങളിൽ ടൂറ് പോയ ആളുകൾ നമുക്കറിയാം. നമ്മുടെ പ്രദേശത്തൊക്കെയുള്ള ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എപ്പോഴാണിതൊക്കെ ടൂറ് പോകണം, ആസ്വദിക്കണം, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ സന്ദർഭം മനസ്സിലാക്കി, സാഹചര്യം മനസ്സിലാക്കി ഒക്കെയല്ലേ നമ്മൾ ഇടപെടേണ്ടത്. നമ്മൾക്ക് അള്ളാഹു നൽകിയ നിയമത്തുണ്ട്, ശരിയാ. അതെങ്ങനെയെങ്കിലുമൊക്കെ വിനിയോഗിക്കുക, അതെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടൊക്കെ ഇതൊക്കെ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് നമ്മുടെ യഥാർത്ഥ മുത്തഖികളായ മുഅ്മിനുകളായ വിശ്വാസികളോട് പറയാനുള്ളത്, ഈ സംഭവം വളരെ കൃത്യമായി നമ്മൾ അറിയുന്നതോടൊപ്പം നമ്മളാൽ കഴിയുന്നത് ഈ രംഗത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നിമിഷ നേരം കൊണ്ട് എല്ലാം തരിപ്പണമായി പോകും. എന്തെല്ലാം സ്വപ്നങ്ങളാണ്, എന്തെല്ലാം ജീവിതം തുടക്കം മുതൽ ഇതുവരെയും സമ്പാദിച്ചതൊക്കെയും ഒരു നിമിഷ സമയം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ സംഭവമല്ലേ നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് അവരെ പുനരധിവസിപ്പിക്കണം. അവിടെയുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, ഒറ്റപ്പെട്ട് മാത്രം ജീവിക്കുന്ന എത്രയെത്ര ആളുകൾ, അവരെ പുനരധിവസിപ്പിക്കാൻ നമ്മളാൽ എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ള നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടുന്ന് കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് ആഹാര സാധനങ്ങൾ അവർക്ക് ആവശ്യമില്ല. മറ്റ് ഇടയാളുകളും മറ്റുമൊക്കെ വളരെ ഇഷ്ടംപോലെ അങ്ങോട്ടേക്ക് ഒഴുകുകയാണ്. ഇനി അതല്ല അവിടെയുള്ള ആവശ്യം എന്ന് പറയുന്നത് അവരെ പുനരധിവസിപ്പിക്കാനുള്ള അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. സാമ്പത്തികമായി നമ്മൾ സ്വരൂപിച്ചെടുക്കണം എന്നതാണ്. എന്നിട്ട് വളരെ വ്യവസ്ഥാപിതമായി അതിൻ്റെ അർഹരായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ, അതാണ് നമ്മളാൽ കഴിയേണ്ടത്, നമ്മളിലൂടെ നടക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. ഇപ്പോൾ നമ്മൾ നടത്തപ്പെടുന്ന കല്യാണങ്ങൾ, വളരെ ആർഭാടപൂർവ്വം നമ്മൾ നടത്തുന്ന കല്യാണങ്ങളൊക്കെ നമ്മൾക്കൊന്ന് ചുരുക്കിക്കൂടെ? നമ്മൾ ഇതിലേക്ക് കുറച്ച് നമ്മുടെ മനസ്സൊന്ന് അലിയണം. നമ്മുടെ കല്യാണങ്ങളും നമ്മുടെ സൽക്കാരങ്ങളും ഒക്കെ ഒന്ന് ചുരുക്കി അതിൽ നിന്നൊരു സംഖ്യ ഇതിലേക്ക് മാറ്റിവെച്ചാൽ അത് ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായിരിക്കും എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ സ്വന്തം വീടുകളിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ ആഹരിക്കുന്ന നമ്മുടെ ഭക്ഷണം, നമ്മൾ എന്തുമാത്രം ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, കുറച്ചു കാലത്തേക്ക് ഒരു ഐറ്റം നമ്മൾ അതിൽ നിന്ന് അങ്ങ് കുറച്ചാൽ, ഒരു ഇടപെടൽ നടത്തിയാൽ ഒരു കുടുംബത്തിൽ നിന്ന് എത്ര പൈസ നമ്മൾക്ക് സ്വരൂപിക്കാൻ കഴിയും? അങ്ങനെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ എല്ലാവരും നമ്മുടെ സ്വന്തമുള്ള നമ്മുടെ ചെലവ് ചുരുക്കുക, നമ്മുടെ വീട്ടിലെ ചെലവ് ചുരുക്കുക, നമ്മുടെ കല്യാണങ്ങളും പാർട്ടികളും അതിലൊക്കെ നമ്മളൊന്ന് ചുരുക്കി ഈ എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടതയോടുകൂടി കഴിഞ്ഞുകൂടുന്ന നിരാലംബരായ ആളുകളോടൊന്ന് ചേർത്ത് നിൽക്കാൻ, അവരുമായി ഒന്ന് ഇണങ്ങി നിൽക്കാൻ നമ്മളാൽ കഴിയുന്നത് നമ്മൾക്ക് ചെയ്തുകൂടെ? ഈ രംഗത്ത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഇവിടെ ഇന്ന് അൽഹംദുലില്ലാ ഒരു കളക്ഷൻ നടക്കുന്നുണ്ട്. എല്ലാ ആളുകളും അതിൽ പങ്കാളികളാകണം, ആത്മാർത്ഥമായി സഹകരിക്കണം. ഇനി ഏതെങ്കിലും വിധത്തിൽ ഓരോരുത്തരും എന്ത് ചെയ്യുന്നുവെങ്കിലും അതിവിടെ കമ്മിറ്റിയുമായി സഹകരിച്ച് കമ്മിറ്റിയെ ഏൽപ്പിച്ച് നമ്മൾക്കത് വളരെ വ്യവസ്ഥാപിതമായി അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഈ ചർക്കര മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസം കൊണ്ട് പ്രയാസപ്പെട്ട് അങ്ങേയറ്റം എല്ലാം നഷ്ടപ്പെട്ട് വളരെ നൊമ്പരപ്പെടുന്ന മനസ്സുകളോടെ കഴിഞ്ഞുകൂടുന്ന നൂറുകണക്കിന് ആളുകൾ, അവർക്ക് അല്ലാഹുവേ നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് ഉണ്ടായിട്ടുള്ള എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റബ്ബേ അവർക്ക് മോചനം നൽകണേ റബ്ബേ.
മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് റബ്ബേ അവര് വിശ്വാസത്തോടുകൂടി മരണപ്പെട്ടു പോയിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ അല്ലാഹുവേ അവർക്ക് ഷഹീദിന്റെ കൂലി നൽകി അവരെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ അവർക്ക് എല്ലാ അർത്ഥത്തിലും അവരുടെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ് റബ്ബേ. ബാക്കി അവശേഷിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങൾക്ക് മനസ്സിന് സമാധാനം നൽകി അല്ലാഹുവേ നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഒരുപാട് ആളുകൾ വേദന കൊണ്ട് പുളയുന്നവരും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് റബ്ബേ. അല്ലാഹുവേ രോഗികളായി ആശുപത്രികളിലും വീടുകളിലുമുള്ള എല്ലാവർക്കും അല്ലാഹുവേ ശമനം നൽകി അനുഗ്രഹിക്കണേ ശിഫ നൽകി അനുഗ്രഹിക്കണേ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അവരെ അനുഗ്രഹിക്കണേ ധാരാളമായി നന്മകൾ ചെയ്യാൻ, ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യാൻ, അതിൻ്റെയൊക്കെ കൂടെ നിൽക്കാൻ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്നവരെ, ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ട് ആരുമില്ലാതെ നിൽക്കുന്നവരെ ചേർത്തു പിടിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا تقبل منا دعاءنا وصلاتنا وسائر أعمالنا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.